ഹായ് എവരിവൺ, ഈസി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇനി അടുത്ത പ്രോബ്ലം നോക്കുന്നത് ഇല്ലസ്ട്രേഷൻ 3.2.9 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. എക്സ് ലിമിറ്റഡ് പർച്ചേസ്ഡ് എ മെഷീൻ ഓൺ ഹയർ പർച്ചേസ് സിസ്റ്റം. എക്സ് ലിമിറ്റഡ് എന്നൊരാൾ മെഷീനറി വാങ്ങിക്കുകയാണ്. ആ മെഷീനറി വാങ്ങിക്കുന്നത് ഹയർ പർച്ചേസ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നുണ്ട്. ദ പേയ്മെന്റ് ഈസ് മെയ്ഡ് ആസ് ഫോളോസ്. ഈ രീതികളിലാണ് പേയ്മെന്റ് നൽകേണ്ടത്. ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ 70,000 രൂപയും, ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 53,000, സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് 49,000, തേർഡ് ഇൻസ്റ്റാൾമെന്റ് 55,000 രൂപ. അപ്പോൾ ഇതിനനുസരിച്ച് വേണം നമ്മുടെ പേയ്മെന്റുകൾ കൊടുക്കേണ്ടത്. എന്നിട്ട് പറയാണ് ആ പേയ്മെന്റുകളെല്ലാം കൊടുക്കേണ്ടത് അതിൽ എൻഡ് ഓഫ് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ഇയർ റെസ്പെക്റ്റീവ്ലി. ഉണ്ടോ? ഓരോ ഇയറിലെയും ഓരോ ഇയറിലെ അവസാനമായിട്ടാണ് ഓരോ ഇൻസ്റ്റാൾമെന്റുകൾ പേ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഫസ്റ്റ് ഇയറിൽ അവസാനമാകുമ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്, സെക്കൻഡ് ഇയറിൽ അവസാനമാകുമ്പോൾ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ്, തേർഡ് ഇയറിൽ അവസാനമാകുമ്പോൾ തേർഡ് ഇൻസ്റ്റാൾമെന്റ്. അപ്പോൾ ഓരോ ഇൻസ്റ്റാൾമെന്റും ഓരോ ഇയർ ആയിട്ട് തന്നിട്ടുണ്ട്. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 10% പെർ ആനം. ഉണ്ടോ? ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് വർഷം തോറും 10% പറയുന്നുണ്ട്. ദ ആനുറ്റി ടേബിൾ ഷോസ് ദാറ്റ് പ്രസന്റ് വാല്യൂ. ഉണ്ടോ? ആനുറ്റി ടേബിളിനകത്ത് ഒരു പ്രസന്റ് വാല്യൂ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് ഓരോ ഇയറിലേക്കും പ്രസന്റ് വാല്യൂ പറയുന്നത്. ₹1 ഫോർ ഫസ്റ്റ്. ഉണ്ടോ? പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞത് 1 വെച്ചാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അത് ഓരോ ഇയറിൽ പറയുന്നുണ്ട്. ഫസ്റ്റും സെക്കൻഡ് ആൻഡ് തേർഡ് ഇയർ എവിടെയൊക്കെയാണ് പ്രസന്റ് വാല്യൂ? 0.9090, 0.8264, 0.7513 റെസ്പെക്റ്റീവ്ലി. കണ്ടല്ലോ? അപ്പോൾ എന്ത് പറഞ്ഞാൽ ആനുവൽ ടേബിളിനകത്ത് ₹1 വെച്ചുള്ള പ്രസന്റ് വാല്യൂകളാണ് കാണിച്ചിരിക്കുന്നത്. അത് ഓരോ ഇയറിലും. ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോഴത്തേക്ക് 0.909, സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോൾ 0.8264, തേർഡ് ഇയർ എന്ന് പറയുമ്പോൾ 0.7513. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് കാൽക്കുലേറ്റഡ് ക്യാഷ് പ്രൈസ് ഓഫ് ദി മെഷീൻ്റെ ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയും മനസ്സിലല്ലോ? ഒരു പാടുമില്ല, സിമ്പിളാണ്. ഇന്നത്തെ പറഞ്ഞാൽ ആനുവൽ ടേബിൾ വെച്ചുള്ള പ്രസന്റ് വാല്യൂ കണക്ട് വെച്ചുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഷീൻ്റെ ക്യാഷ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് എത്ര കോളംസ് വരയ്ക്കണം? 4 കോളംസ് വരയ്ക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ താണ്ടെ പേയ്മെന്റ് കിടക്കുന്ന സാധനം കേട്ടോ. ഡൗൺ പേയ്മെന്റ്, ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്, സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ്, തേർഡ് പേയ്മെന്റ്. അത് ഓരോന്ന് എന്ത് ചെയ്യണം? ഫസ്റ്റ് കോളത്തിലായിട്ട് കാണിക്കുക. രണ്ടാമത്തെ കോളം എന്താണ്? എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെന്റ്. അതായത് ഡൗൺ പേയ്മെന്റ് തരുമ്പോൾ 70,000, ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 53,000, സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് 49, തേർഡ് 55,000. അതെന്ത് ചെയ്യണം? രണ്ടാമത്തെ കോളത്തിൽ ഓരോന്നോരോന്ന് താഴോട്ടേക്ക് പോകണം. മൂന്നാമത്തെ കോളം എന്താണ്? പ്രസന്റ് വാല്യൂ ₹1 അല്ലേ? അതായത് ഓരോ ഇയറിലെയും ₹1 വെച്ചുള്ള പ്രസന്റ് വാല്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടല്ലോ? അപ്പോൾ നിങ്ങൾ ഡൗൺ പേയ്മെന്റ് എത്ര കാണിക്കണം? ഫസ്റ്റ് 1 തന്നെ കാണിക്കണം. ഓക്കെ. എന്നിട്ട് ഓരോ ഇയറിലും എന്ത് ചെയ്യണം? ഈ എമൗണ്ടുകൾ താഴോട്ടേക്ക് എഴുതി പോകണം. കണ്ടല്ലോ? 0.9090, 0.8264, 0.7513. ഓക്കെ. ഇനി നാലാമത്തെ കോളം എന്താണ്? പ്രസന്റ് വാല്യൂ ഓഫ് ഇൻസ്റ്റാൾമെന്റ്. അത് റൗണ്ട് ചെയ്യണം. പോയിന്റ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യണം അത് ഡെസിമൽ ചെയ്യണം, റൗണ്ട് അടിച്ച് വിട്ടാൽ മതി. ഓക്കെ. അതായത് ഒന്നാമത്തെ കോളം രണ്ടാമത്തെ കോളം ചെയ്യണം മൾട്ടിപ്ലൈ എഴുതിയാൽ മതി. 70,000 ഇൻറ്റു 1 എത്ര വരും? 70,000 രൂപ. 53,000 ഇൻറ്റു 0.9090 അപ്പോൾ എത്ര വരും? 48180. കിട്ടുന്ന ആൻസർ പോയിന്റ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യണം അത് റൗണ്ട് അടിച്ച് എന്ത് ചെയ്യണം? വാല്യൂസിലോട്ട് അങ്ങ് ആക്കിയാൽ മതി കേട്ടോ. മനസ്സിലായല്ലോ? അടുത്ത 49,000 ഇൻറ്റു 0.8264 അപ്പോൾ എത്രയും 40495. അവിടെയും പോയിന്റ് വരുവാണെങ്കിൽ നിങ്ങൾ ചെയ്യണം റൗണ്ട് അടിച്ച് വിട്ടാൽ മതി. 50,000 ഇൻറ്റു 0.7513 അപ്പോൾ എത്രയും 41325 വരും. കണ്ടല്ലോ? ഇവിടെ ലാസ്റ്റ് ചെയ്യണം ഇതെല്ലാം കൂടെ കൂടണം. അതായിരിക്കും എന്തെന്ന് പറഞ്ഞത്? ടോട്ടൽ ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞത്. അപ്പോൾ എത്രയുണ്ട്? 2 ലക്ഷം രൂപ. എത്ര ആകും? അപ്പോൾ വളരെ സിമ്പിളാണ്, ഒരു പാടുമില്ല. അപ്പോൾ ആനുവൽ ടേബിൾ വെച്ചുള്ള പ്രസന്റ് വാല്യൂ അതായത് ₹1 കണക്കാക്കിയിട്ടാണ് ഓരോ ഇയർ തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 4 കോളം വരയ്ക്കുക. ഒന്നാമത്തെ കോളം ഇത്, രണ്ടാമത്തെ കോളം ഈ ഫിഗേഴ്സ്, മൂന്നാമത്തെ കോളത്താണ് പ്രസന്റ് വാല്യൂ ₹1 വേണം. എന്നിട്ട് ആ 1 ആണ് നമ്മൾ ഡൗൺ പേയ്മെന്റ് കാണിക്കുന്നത്. എന്നിട്ട് ബാക്കി എന്ത് ചെയ്യണം? ഓരോ ഇയറിലെ പോയിന്റ് തന്നിട്ടുണ്ട്, അത് ആ പ്രസന്റ് വാല്യൂ താഴോട്ട് പോകണം. നാലാമത്തെ കോളം എന്താണ്? രണ്ടാമത്തെ കോളം ഈ ഒരു കോളം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ കിട്ടും. ഇത് റൗണ്ട് അടിച്ച് വിട്ടേക്കണം. ലാസ്റ്റ് ചെയ്യണം ഇതെല്ലാം കൂടെ കൂടണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ക്യാഷ് പ്രൈസ് കിട്ടും. അതാണ് 2 ലക്ഷം രൂപ. കണ്ടല്ലോ? അപ്പോൾ മെഷീൻ്റെ ക്യാഷ് പ്രൈസ് എത്രയാണ്? 2 ലക്ഷം രൂപയാണ്. ഇത്രയേ ഉള്ളൂ.